കോളേജ് കഴിഞ്ഞ് ഒരു ജോലിയില്ലാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത രീതിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. കോളേജ് പ്ലേസ്മെന്റ് വഴി ഒന്നിന് വരെ 2 ജോലി വാങ്ങിച്ചെടുത്തു. എന്നിട്ട് എന്താ കാര്യം? കോയമ്പത്തൂർ മര്യാദയ്ക്ക് കിട്ടിയ ജോലി മെക്കാനിക്കൽ ബേസ് ആണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ് അല്ലേ, പിന്നെ ഇലക്ട്രോണിക്സിന് പരമായുള്ള ജോലി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നു. എന്നിട്ട് എന്താ കാര്യം? രണ്ടാമത് കിട്ടിയ ജോലി ടാറ്റ ഇലക്ട്രോണിക്സിന്റെയാണ്. അതിലാകുമ്പോൾ നല്ല ഒരു ജോലിയുമാണ്, ഞാൻ പഠിച്ച ഫീൽഡുമാണെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. പക്ഷെ കൊണ്ടുപോയിരുന്ന ഏജൻസിക്കാർ വെറുതെ എന്നെ മോചിപ്പിച്ചു. കാരണം 2-3 വർഷം അവർ ലാഗ് അടുപ്പിച്ചു. അവിടെ പോയിരുന്ന റൂം എടുത്ത് വെറുതെ റൂമിന്റെ വാടക കൊടുത്തു തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് മര്യാദയ്ക്ക് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു മടിയും കുറ്റബോധവും എല്ലാം തോന്നാൻ തുടങ്ങി. ഈ ടൈമിലാണ് എന്റെ കോളേജിൽ പഠിപ്പിച്ച ടീച്ചർ IIT ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, 3 മാസമേ ഉണ്ടാവുള്ളൂ, പ്രൊജക്ട് അസിസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ കാര്യത്തിൽ ചാടിക്കറി അങ്ങോട്ട് പുറത്തു. എന്തിനാന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 മാസം പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. കോളേജിൽ 3 കൊല്ലം സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയാൽ എനിക്ക് ഇതൊന്നും ഒരു ടൈമായി തോന്നിയില്ല. ടൈമാണോ പല ജോലി വേണ്ട സമയത്ത് എന്തിനാ എക്സ്പീരിയൻസിന്റെ ബാഗിൽ പോകുന്നു എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നല്ലൊരു ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വെറുതെ എക്സ്പീരിയൻസിന് വേണ്ടി 3 മാസം പോകാൻ എന്റെ തലയ്ക്ക് ഓളൊന്നുമില്ല. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഗൈഡൻസ് തരാൻ വേണ്ടി 2 സാർമാരുണ്ടായിരുന്നു. അവരുടെ ഉപകാരമുള്ളതുകൊണ്ട് ഇന്നത്തെ പരിപാടി കുറെയൊക്കെ ഈസിയായി. കുറച്ചൊക്കെ ബ്ലാങ്ക് ഔട്ട് ആയി കയറിപ്പോയാലും അത്യാവശ്യം കുറെ ക്ലാരിറ്റി എല്ലാം അവർ കാരണം തന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല മഴ. ഈ മഴ എന്ന് പറയുന്ന സാധനം ഒരു നല്ല ലക്ഷണം ആയതുകൊണ്ട് ഇതും നല്ലതിന് വേണ്ടി ആവാം എന്ന് നമുക്ക് അത് കഴിഞ്ഞ് നേരെ പോയി കൂട്ടുകാരനെ എടുത്ത് ചായ പിടിക്കാൻ പോയി.